സിവിലിയൻ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ ഗാനത്തിനു പിന്നിൽ പ്രവർത്തിച്ചവർ 2 മലയാളികളാണ്. ഏഴിമല നേവൽ അക്കാദമിയിലെ സിവിലിയൻ ഉദ്യോഗസ്ഥരായ ശ്രീകാന്തും ഋതുൽ മോഹനും. ഗാനം ഔദ്യോഗികമായി പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. നാവികസേന സിവിലിയൻ ആന്തം ഒന്ന് ഒരുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിൽ ഹിന്ദിയിലാണ് രചന. ഉന്നതാധികാരികൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു അവസരത്തെ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും ഹിന്ദിയിലൊരു പാട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത് നാവികസേന സിവിലിയൻ ഉദ്യോഗസ്ഥർക്ക് ഒരു ആദരവായിട്ട് അവരുടെ പരിശ്രമത്തെ അംഗീകാരമായിട്ടാണ് ഈ പാട്ട് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് താങ്കളാണ്. അപ്പോൾ നേരത്തെയും ഇതുപോലെ മ്യൂസിക് ചെയ്തൊരു പരിചയം അങ്ങനെയൊക്കെ ഇല്ലേ? ഞാൻ ഒരു 2011 തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ്. കാരണം നമ്മുടെ ഒരു വർക്ക് പാൻ ഇന്ത്യ ഇറങ്ങുക എന്ന് വെച്ചാൽ വലിയൊരു സ്വപ്നമാണ്. കാരണം ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു സാധനം 2015 ശേഷം. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനൊരു ഇത് വന്നു ചേർന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ റഹ്മാൻ്റെ ജയ്ഹോ കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ 90s കിഡ്സ് എന്നാണല്ലോ പുതിയ പ്രയോഗം. ആ സമയത്ത് നമ്മൾ ചിത്രഹാറിലൊക്കെ കേൾക്കുന്ന കുറേ പാട്ടുകളുണ്ട്. അതുമൊക്കെ ആയിട്ട് വലിയ സാമ്യം തോന്നി. അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഈ പാട്ട് ഒരുക്കുന്ന സമയത്ത്? അല്ല, ഇതിൽ നമ്മൾക്ക് ഈ നേവൽ സിവിലിയൻസിന് ഒരു മോട്ടിവേഷൻ കോൾ എന്ന് പറയുന്ന അതാണ് നമുക്ക് തന്ന ഒരു തീം. എല്ലാവർക്കും പാടാൻ സാധിക്കണം. അപ്പോൾ അതിലൊരു സിംപ്ലിസിറ്റി വേണം, പിന്നെ ഒരു മോട്ടിവേഷണൽ കോൾ, ആ ഒരു സ്പിരിറ്റ് അത് വേണം. അപ്പോൾ നമ്മളൊരു ബേസിക് ഫ്രെയിം ഉണ്ടാക്കി ചേട്ടനെ അയച്ചു കൊടുത്തു. ചേട്ടനപ്പോൾ സിമ്പിളായിട്ട് जी जान लगन से आगे बढ़ेंगे, नौसेना की ताकत रहेंगे हम, ऐसा ही निकर्मी हमारी शान, नौसेना ही है हमारी जान. കാരണം നമ്മളെടുത്ത് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഗൂസ് ബംസ് രോമാഞ്ചം. അതായത് നൗസേന ഹി ഹേ ഹമാരി ജാൻ. അതിനപ്പുറം ഒരു വാക്ക് നാവികസേനയോട് ഞങ്ങളോടുള്ള ഡെഡിക്കേഷനും ആത്മാർത്ഥതയും കാണിക്കാൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നില്ല. ഈ നമ്മൾ പഴയ മലയാള സിനിമകൾ, പട്ടാള സിനിമകളൊക്കെ വരുമ്പോൾ അതിലിങ്ങനൊരു പാട്ട് ഉണ്ടാവും എന്തായാലും. ഈ പറയുന്ന പോലെ ഗൂസ് ബംസ് ഉണ്ടാവുന്ന, ആളുകൾ പാടി നടക്കുന്ന രീതിയിൽ, ആ ഒരു രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ വരികൾക്ക് ഇടം നൽകാൻ കഴിഞ്ഞു. അതിങ്ങനെ ആളുകൾ ഏറ്റെടുത്തു, പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ അറിയപ്പെട്ടു. എന്താണ് ഈ നിമിഷം തോന്നുന്നത്? ഇത് വലിയൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റാണ്. കാരണം വലിയൊരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. എല്ലാം ഒരു ഭാഗ്യം, ഈശ്വരാനുഗ്രഹം, പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അത്രേ ഉള്ളൂ. അതായത് ഒരു ലിറിക്സ് വരുമ്പോൾ ഭാഗ്യത്തിന് ട്യൂൺ കിട്ടാറുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. നേവൽ അക്കാദമി അവരുടെ സിവിലിയൻസിനെ ഇങ്ങനെ ചോർത്ത് പിടിക്കുന്ന ഒരു വർഷം മുഴുവൻ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഇത്തരം ഒരു പാൻ ഇന്ത്യൻ ലെവൽ ഇങ്ങനെ ഒരു സോങ് ഉണ്ടായി വരിക, അതിൽ 2 മലയാളികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക, അത് എല്ലാവരും അംഗീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൃൻ കണ്ടോത്തിനൊപ്പം കെ.